സാബത്ത് ആചരണം അതെന്താണെന്ന് നമുക്ക് അറിയാം. കർത്താവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ദിവസം, ദൈവം തന്ന ദാനങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുവാനായിട്ട് ജോലിയും മറ്റ് തിരക്കുകളുമൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മുടെ കുടുംബത്തോട്, നമ്മെ സ്നേഹിക്കുന്നവരോട് ഒപ്പം സമയം കണ്ടെത്തുവാനായിട്ട്, അതിലുപരി തന്നിലേക്ക് തന്നെ തിരിഞ്ഞ് പുതിയ കരുത്ത് ആർജിക്കുവാനുമായിട്ടുള്ള ഒരു ദിവസം. അങ്ങനെയൊക്കെ ഈ ദിനത്തെ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ വലിയ ഒരു കരുതലിൻ്റെ കാര്യമായിരുന്നു അത്. കാരണം ഈജിപ്തിലെ അടിമത്തത്തിൻ്റെ സമയത്ത് അവർ നിരന്തരമായിട്ട് അധ്വാനിച്ച് പീഡനങ്ങൾ സഹിച്ച് ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ തളർന്നിരുന്നു. അതുകൊണ്ട് ദൈവം മനസ്സിലാക്കുകയാണ് തൻ്റെ ജനത്തിന് ഇപ്രകാരം ഒരു ദിവസം ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവം മോശ വഴി ഈ നിയമം അവർക്ക് നൽകുന്നത്, സാബത്ത് അനുഷ്ഠിക്കുവാനായിട്ടുള്ള കൽപ്പന. പക്ഷെ നമുക്കറിയാം, നാളുകൾ ചെന്നതോടുകൂടി ഇസ്രായേൽ ജനത്തെ നയിച്ചിരുന്നവർ പുതിയ പുതിയ കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ, ശാന്തിയുടെ ഒരു ദിവസം, അത് പലർക്കും പലതരത്തിലുള്ള വിലക്കുകളുടെ ദിവസമായിട്ട് മാറി. യേശുവിൻ്റെ കാലത്തും അവസ്ഥ മറ്റൊന്നുമായിരുന്നില്ല. അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്, ജീവനാണോ പ്രധാനം, അതോ നിയമമാണോ, വിലക്കുകളാണോ പ്രധാനം? മനുഷ്യർ വിശപ്പിലും ദാഹത്തിലും രോഗത്തിലുമൊക്കെ ജീവിക്കണമെന്നാണോ, അതോ അവർക്ക് ഒരു വിടുതൽ ആവശ്യമുണ്ടോ? ദൈവത്തിൻ്റെ ദിവസം, കർത്താവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ദിവസം, ഈ ഒരു സ്വാതന്ത്ര്യം ഈ മനുഷ്യർ അർഹിക്കുന്നില്ലേ? നമുക്കറിയാം, യേശു ജീവന് വേണ്ടി, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായിട്ടുള്ള നിലപാടെടുത്തു. അതുകൊണ്ട് പറയുന്നു, സാബത്ത് മനുഷ്യന് വേണ്ടിയുള്ളതാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടി ഉള്ളതല്ല. അതുകൊണ്ട് യേശു ഈ സാബത്തും മറ്റ് നിയമങ്ങളും വേണ്ടെന്ന് പറയുകയല്ല, മറിച്ച് അവരെ അതിനെപ്പറ്റി ബോധവാന്മാരാക്കുകയെ. എന്തിനാണ് നിയമങ്ങൾ, എന്തിനാണ് ഇവ ദൈവം മനുഷ്യർക്ക് നൽകിയത്? അത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, മനുഷ്യരുടെ ജീവിതത്തിന് ആശ്വാസം പകരുവാനായിട്ട്. ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ച ശേഷം ഒരു ദിവസം വിശ്രമിച്ചു എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിന് അത് സാധ്യമായിരുന്നു. കാരണം താൻ സൃഷ്ടിച്ച സർവ്വതും നന്നായിരിക്കുന്നുവെന്ന് അവൻ മനസ്സിലാക്കുകയാണ്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ക്രമമുണ്ടായിരുന്നു. യേശുവിന് പക്ഷേ ഈ ശാന്തത ലഭിച്ചിരുന്നില്ല. കാരണം തൻ്റെ ചുറ്റുമുള്ള മനുഷ്യരുടെ വേദനകളും പ്രശ്നങ്ങളുമൊക്കെ അവൻ കണ്ട് അറിഞ്ഞിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ അവൻ്റെ പ്രശ്നങ്ങളായിട്ട് അവനെടുത്തു. അതുകൊണ്ട് ഈ സാബത്ത് ദിനത്തിലും യേശു പ്രവർത്തന നിരതനാവുകയാണ്. ജീവനില്ലാത്ത നിയമങ്ങളെക്കാളും പ്രധാനമാണ് മനുഷ്യൻ്റെ ജീവനെന്ന് യേശു പഠിപ്പിക്കുകയാണ്. നമ്മുടെ സഭ ഇപ്രകാരം ഒത്തിരി നല്ല കാര്യങ്ങൾ മനുഷ്യർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഇതൊക്കെ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ചെയ്യുന്ന നന്മകളെ തമസ്കരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് എന്തു തന്നെ ആയാലും നമുക്ക് അർഹിക്കുന്ന പരിഗണനകൾ കിട്ടിയില്ലെങ്കിലും നന്മ ചെയ്യുന്നതിൽ നിന്നും നമുക്ക് പിറകോട്ട് പോകാതിരിക്കാം. കാരണം നമ്മുടെ ചുറ്റും ഒത്തിരി വിശക്കുന്നവരും ദാഹിക്കുന്നവരുമായിട്ടുള്ള മനുഷ്യരുണ്ട്. ശാരീരികമായിട്ട് മാത്രമല്ല, മാനസികമായിട്ടും നമ്മുടെ ആവശ്യമുള്ള ഒത്തിരി മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്കൊക്കെ വേണ്ടി സാധിക്കുന്ന രീതിയിൽ നമുക്ക് നിലപാടുകൾ എടുക്കുവാനായിട്ട് സാധിക്കണം. അത് തീർച്ചയായിട്ടും ചില ശത്രുക്കളെയൊക്കെ നമുക്ക് സമ്പാദിച്ചു തരും. യേശുവിൻ്റെ ജീവിതവും അതുതന്നെയായിരുന്നല്ലോ. എങ്കിലും നന്മ ചെയ്യുന്നത് തുടരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കാരണം അതുവഴി ദൈവത്തെ നമ്മൾ പകർന്നു നൽകുകയാണ് മനുഷ്യന്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും അതിൻ്റെ പൂർണ്ണതയിലെത്തുകയുള്ളൂ. നമുക്ക് സാധിക്കുന്ന രീതിയിൽ മനുഷ്യർക്ക് നന്മ ചെയ്യുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.